രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും അത്യന്തം ദുഃഖകരവും നടക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. സൗത്ത് ഡൽഹിയിലെ മാളവ്യ നഗറിലെ ഒരു റെസ്റ്റോറന്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 21 പേർക്കാണ്. ഇതിൽ 10 പേർ വിദേശ പൗരന്മാരാണ് എന്നുള്ളത് ഈ അപകടത്തിന്റെ ഗൗരവവും നടുക്കവും വർദ്ധിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ ഈ വലിയ ദുരന്തം സംഭവിച്ചത്. അടുത്ത കാലത്ത് ഡൽഹി കണ്ട ഏറ്റവും വലിയ അഗ്നിബാധകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? രക്ഷാപ്രവർത്തനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ബുധനാഴ്ച രാവിലെ ഏകദേശം 8:50ഓടെയാണ് മാളവ്യ നഗർ ഏരിയയിലുള്ള റെസ്റ്റോറന്റിൽ തീപിടുത്തം ഉണ്ടായതായി അധികൃതർക്ക് വിവരം ലഭിക്കുന്നത്. സാധാരണഗതിയിൽ ആളുകൾ എത്തിത്തുടങ്ങുന്ന സമയമാണിത്. തീ അതിവേഗം പടർന്നു പിടിക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ, അതായത് ബേസ്മെന്റിൽ നിന്നാണ് പുക ഉയർന്നു തുടങ്ങിയത്. നിമിഷങ്ങൾക്കകം കെട്ടിടം മുഴുവൻ കറുത്ത പുക കൊണ്ട് നിറഞ്ഞു. ശ്വാസം കിട്ടാതെയും പുറത്തേക്ക് കടക്കാൻ കഴിയാതെയുമാണ് പലരും ഉള്ളിൽ കുടുങ്ങിപ്പോയത്. വിവരം ലഭിച്ച ഉടൻ തന്നെ ഡൽഹി ഫയർ സർവീസ് സ്ഥലത്തേക്ക് കുതിച്ചെത്തി. തുടക്കത്തിൽ 6 ഫയർ എഞ്ചിനുകളും എമർജൻസി റെസ്പോൺസ് വാഹനങ്ങളുമാണ് സംഭവ സ്ഥലത്തേക്ക് അയച്ചത്. എന്നാൽ തീയുടെയും പുകയുടെയും തീവ്രത വളരെ വലുതായിരുന്നു. അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ അഗ്നിശമന സേന ഉടൻ തന്നെ കൂടുതൽ സന്നാഹങ്ങൾ ആവശ്യപ്പെട്ടു. രാവിലെ 9:16 ഈ അപകടത്തെ അതീവ ഗൗരവമുള്ള മേക്ക് 4 കാറ്റഗറി തീപിടുത്തമായി പ്രഖ്യാപിച്ചു. തുടർന്ന് 10 ഫയർഫോഴ്സ് വാഹനങ്ങൾ കൂടി സ്ഥലത്തേക്ക് എത്തിച്ചു. വാട്ടർ ടെൻഡറുകൾ, വാട്ടർ ബൗൺസറുകൾ, ക്വിക്ക് റെസ്പോൺസ് വാഹനങ്ങൾ, ശ്വസന സഹായികൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു പിന്നീടുള്ള രക്ഷാപ്രവർത്തനം. പുക നിറഞ്ഞ ബേസ്മെന്റിലേക്ക് ജീവൻ പണയം വെച്ചാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങിച്ചെന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ 3 പേരെ അവർ അവിടെ നിന്ന് രക്ഷിച്ച് ആംബുലൻസുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി പ്രത്യേക സംഘങ്ങളായി തിരഞ്ഞായിരുന്നു തിരച്ചിൽ. ഡൽഹിയിൽ ഫയർ സർവീസിന്റെയും പോലീസിന്റെയും ഒപ്പം നാട്ടുകാരുടെയും കൂട്ടായ ശ്രമഫലമായി രാവിലെ 11:20ഓടെ 37 പേരെ കെട്ടിടത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇവരെ ഉടൻ തന്നെ ഡൽഹിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര വൈദ്യസഹായം നൽകുകയും ചെയ്തു. 27 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും 21 ജീവനുകളാണ് ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത്. ഇതിൽ 10 പേർ വിദേശികളാണ്. ആം ആദ്മി പാർട്ടി നേതാവും പ്രദേശത്തെ MLAയുമായ സോംനാഥ് ഭാരതി എക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഈ ദുരന്തത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ഹൗസ് റാണി എന്ന സ്ഥലത്തെ ഒരു ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായെന്നും അപകടത്തിൽപ്പെട്ട വിദേശികളിൽ ഭൂരിഭാഗവും ദക്ഷിണാഫ്രിക്കൻ പൗരന്മാരാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ സൂചിപ്പിച്ചു. വിനോദസഞ്ചാരത്തിനോ മറ്റാവശ്യങ്ങൾക്കോ എത്തിയവരാകാം ഇവരെന്നാണ് കരുതപ്പെടുന്നത്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ബേസ്മെന്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആണോ കാരണമെന്നത് പരിശോധിച്ചു വരികയാണ്. ഡൽഹി പോലീസ് കേസെടുത്ത് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയധികം വിദേശികൾ ഒരുമിച്ചുണ്ടായിരുന്ന ഈ റെസ്റ്റോറന്റിൽ ഫയർ NOC ഉൾപ്പെടെയുള്ള കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. എമർജൻസി എക്സിറ്റുകൾ ഇല്ലാത്തതും വെന്റിലേറ്റർ കുറവുള്ളതുമായ കെട്ടിട ഘടനയാകാം മരണനിരക്ക് ഇത്രത്തോളം ഉയർത്താൻ കാരണമായത്. രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും കെട്ടിടത്തിനുള്ളിൽ ഇനി ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനകൾ തുടരുകയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.